3 ദിവസം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാരുഖ് സൈഫി അറസ്റ്റിലായി. മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ നിന്നാണ് ഇയാളെ വിവിധ അന്വേഷണ സംഘങ്ങൾ സംയുക്തമായി പിടികൂടിയത്. ഷാരുഖ് കുറ്റം സമ്മതിച്ചു. പ്രതിക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നു. മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമാണ് ട്രെയിൻ തീവെപ്പെന്ന് പ്രതി പറഞ്ഞതായി അന്വേഷണ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി. അറസ്റ്റിന്റെ നിർണായക വിവരങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ക്രൈം ത്രില്ലർ സിനിമയിലേതെന്ന പോലെ അന്വേഷണ സംഘത്തിന്റെ നാടകീയ നീക്കങ്ങളിലാണ് പ്രതി ഷാരൂഖ് സൈഫി വലയിലായത്. ഷഹീൻബാഗിലെ വീട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നിർണായകമായ നീക്കം. വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഷാരൂഖിന്റെ 6 ഫോണുകൾ അന്വേഷണ സംഘം നിരീക്ഷണത്തിലാക്കി. പുലർച്ചെ 1:30 ഇതിലൊരു ഫോൺ സ്വിച്ച് ഓൺ ആയതോടെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച അന്വേഷണം. ആശുപത്രികളിലേക്ക് അന്വേഷണ സംഘത്തിന്റെ ഫോൺ കോളുകൾ. രത്നഗിരിയിലെ ആശുപത്രിയിൽ തലയ്ക്ക് പരിക്കുപറ്റിയാൾ എത്തിയെന്നും ചികിത്സ പൂർത്തിയാക്കാതെ മുങ്ങിയെന്നും വിവരം. 25ഓളം ATS പോലീസ് ഉദ്യോഗസ്ഥരുടെ രത്നഗിരി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ 2 മണിയോടുകൂടി ഷാരൂഖിനെ കീഴ്പ്പെടുത്തി. തലയിലും മുഖത്തും ട്രെയിനിൽ നിന്ന് ചാടിയതും പൊള്ളലേറ്റതുമായ പരുക്കുകൾ. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രതി കുറ്റം സമ്മതിച്ചു. ഞെട്ടിക്കുന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ല. ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം. മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ ആക്രമണം. ഇതിനായി പെട്രോൾ കേരളത്തിൽ നിന്നു തന്നെ വാങ്ങി. പ്രതിക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തലാണ് ഇനിയേറെ നിർണായകം. ഡൽഹിക്ക് പുറത്തേക്ക് സഞ്ചരിച്ചിട്ടില്ലെന്ന് കുടുംബം പറയുന്ന ഷാരൂഖ് സൈഫി എങ്ങനെ കേരളത്തിലെത്തി? ഈ ആക്രമണത്തിന് എന്തുകൊണ്ട് എലത്തൂർ തന്നെ തെരഞ്ഞെടുത്തു? എലത്തൂരിൽ നിന്ന് പിന്നീട് രക്ഷപ്പെട്ടത് ആരുടെയെങ്കിലും സഹായത്താലാണോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇനിയും ഉത്തരം കിട്ടാതെ ബാക്കിയായിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം വിശദമായ ചോദ്യം ചെയ്യലിലൂടെ ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വിവിധ ബ്യൂറോകൾക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18 കോഴിക്കോട്. എലത്തൂരിലെ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാരൂഖ് സൈഫിയെ തെളിവെടുപ്പിനായി റോഡ് മാർഗം കേരളത്തിലെത്തിക്കും. സൈഫിയെ എലത്തൂരെത്തിക്കാൻ 19 മണിക്കൂറെടുക്കും. കനത്ത സുരക്ഷയിലാകും സൈഫിയെ എത്തിക്കുക. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേർന്നു. ഡാൻ, ഏത് രീതിയിലേക്കുള്ള തെളിവെടുപ്പിലേക്ക് കടക്കുന്നു? എപ്പോഴത്തേക്ക് എത്തിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്? എലത്തൂർ കേസിൽ അറസ്റ്റിലായ പ്രതി ഷാരൂഖ് സൈഫിയെ മഹാരാഷ്ട്രയിൽ നിന്ന് റോഡ് മാർഗമാണ് കേരളത്തിൽ എത്തിക്കുക. കനത്ത സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് എത്തിക്കുക. ഡാൻ കുര്യനിലേക്ക്. ഡാൻ, തുടരാം. അവിടെ ഇന്ന് വൈകിട്ട് തന്നെ പ്രതിയുമായി അവിടെ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം എലത്തൂരിലേക്ക് തിരിക്കും എന്ന വിവരമാണ് നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുന്നത്. നിലവിൽ ലഭ്യമായ സൂചനകൾ പ്രകാരം റോഡ് മാർഗമായിരിക്കും പ്രതിയെ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുക. വിമാനമാർഗം അവിടെ നിന്ന് ഈ പിടിയിലായ സ്ഥലത്ത് നിന്ന് പ്രതിയുമായി എലത്തൂരിലേക്ക് എത്തുന്നതിന് ചില സാങ്കേതികമായ പരിമിതികൾ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വൈകാതെ പ്രതിയുമായി റോഡ് മാർഗം അതീവ സുരക്ഷയിൽ എലത്തൂരിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് പൂർത്തിയായിരിക്കുന്നത്. എന്തായാലും നാളെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പ്രതിയെ കോഴിക്കോട് എത്തിച്ച് അവിടെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം എന്നൊരു തീരുമാനത്തിലേക്കാണ് വിവിധ അന്വേഷണ ഏജൻസികൾ എത്തിക്കുന്നത്. ശാരീരികമായ ചില അവശതകൾ ഈ മുഹമ്മദ് സൈഫിക്ക് ഉള്ളതിനാൽ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാകും അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സ അടക്കം ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കും സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് നേരിടുന്നതിന് വേണ്ടി എല്ലാ സുരക്ഷാ ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകിയത്. കനത്ത സുരക്ഷയോടുകൂടിയായിരിക്കും ഷാരൂഖ് സൈഫിയെ കേരളത്തിലേക്ക് റോഡ് മാർഗം എത്തിക്കുക. പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിന് കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അഭിനന്ദനം. This heinous crime has been apprehended in Ratnagiri district of Maharashtra. I thank the government of Maharashtra, their police, RPF and all the people connected with this, including NIA, who have been able to very rapidly, very quickly apprehend this person. Thanks. എലത്തൂർ ട്രെയിൻ ആക്രമണ കേസിൽ പ്രതിയെ 3 ദിവസത്തിനകം പിടികൂടിയ അന്വേഷണ സംഘത്തെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഭവം നടന്ന ഉടൻ തന്നെ കുറ്റക്കാരെ കണ്ടെത്താൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അന്വേഷണത്തിൽ പങ്കാളികളായ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും മഹാരാഷ്ട്ര ATS, കേന്ദ്ര ഇന്റലിജൻസ്, റെയിൽവേ അടക്കം സഹകരിച്ച മറ്റ് ഏജൻസികളെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. എലത്തൂർ ട്രെയിൻ തീവെപ്പിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ആശ്വാസ സഹായം നൽകാൻ മന്ത്രിസഭാ തീരുമാനം. പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സ നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി.
ഇടുക്കി ജില്ലയിലെ ശാന്തൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളിൽ ജനജീവിതത്തിന് ഭീഷണിയായ കാട്ടാന അരിക്കൊമ്പനെ പിടികൂടി പറമ്പിക്കുളത്തേക്ക് മാറ്റാൻ ഹൈക്കോടതി ഉത്തരവ്. കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് തീരുമാനം. അരിക്കൊമ്പനെ മയക്കേട് വെച്ച് പിടികൂടി കൂട്ടിലടയ്ക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരായി സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ്. ആനയെ ഇടുക്കിയിൽ നിന്നും പറമ്പിക്കുളത്തേക്ക് മാറ്റണമെന്ന് ഹൈക്കോടതി നിയോഗിച്ച 5 അംഗ വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയിരുന്നു. പറമ്പിക്കുളത്ത് അരിക്കൊമ്പന് കഴിയാനുള്ള ആവാസ വ്യവസ്ഥയാണുള്ളത്. വെള്ളവും ഭക്ഷണവും പറമ്പിക്കുളത്ത് സുലഭമാണെന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇടുക്കിയിൽ തന്നെയുള്ള പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിക്കൂടിയെന്ന് കോടതി ആരാഞ്ഞെങ്കിലും വിദഗ്ധ സമിതി നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നു. ആനയെ പിടികൂടുന്നതിന് റവന്യൂ, പോലീസ്, അഗ്നിരക്ഷാ വിഭാഗങ്ങൾ ആവശ്യമായ സഹായം നൽകണം. അരിക്കൊമ്പനെ പിടികൂടുന്നതിൽ സോഷ്യൽ മീഡിയ ആഘോഷങ്ങൾ വേണ്ട എന്നും കോടതി വ്യക്തമാക്കി. ആനയെ തടവിലാക്കണോ പുനരധിവസിപ്പിക്കണമോ എന്ന കാര്യത്തിൽ ചീഫ് ലൈഫ് വാർഡൻ തീരുമാനിക്കേണ്ടതെന്ന് സർക്കാർ നിലപാടെടുത്തപ്പോൾ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമാണ് ലക്ഷ്യമെന്ന് കോടതി പറഞ്ഞു. ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുന്ന ഒരു മൃഗത്തെയും പിടികൂടുന്നത് പരിഹാരമല്ലെന്നും ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുള്ള നടപടികളാണ് വേണ്ടതെന്നും കോടതി നിരീക്ഷിച്ചു. മൃഗങ്ങളുടെ മനുഷ്യന്റെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സമീപനം വേണം. അതിനകത്ത് പഞ്ചായത്തിൻ്റെതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ കോടതി ഗൗരവത്തോടുകൂടി പരിഗണിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിധി കർഷക സമൂഹത്തിന് ആശ്വാസകരമാണെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. കർഷക സമൂഹത്തിന് ഏറെ ആശ്വാസം നൽകുന്ന തൃപ്തികരമായ ഒരു വിധിയായിട്ടാണ് കണക്കാക്കേണ്ടത്. ഹൈക്കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ച ശേഷമാവും ആനയെ എങ്ങനെ പിടികൂടണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ വനം വകുപ്പ് തീരുമാനമെടുക്കുക. ന്യൂസ് 18 കൊച്ചി. അരിക്കൊമ്പൻ വിഷയത്തിൽ കോടതി വിധി അനുകൂലമായതോടെ ജനകീയ സമരസമിതിയാണ് സിംഗുകണ്ടത്ത് നടത്തിവന്ന രാപ്പകൽ സമരം അവസാനിപ്പിച്ചത്. 6 ദിവസം നീണ്ട സമരമാണ് അരിക്കൊമ്പനെ പിടിച്ചുമാറ്റാനുള്ള ഉത്തരവെത്തിയതോടെ അവസാനിപ്പിച്ചത്. മയക്കുവെടി വയ്ക്കാനുള്ള തീരുമാനം താൽക്കാലികമായി തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് എത്തിയത് മുതൽ തുടങ്ങിയതാണ് ശാന്തൻപാറ, ചിന്നക്കനാൽ പഞ്ചായത്തുകളിൽ പ്രതിഷേധ പരിപാടികൾ. ആദ്യ ദിനം ഹർത്താൽ നടത്തുകയും തുടർന്ന് സിംഗുകണ്ടത്തെ തോട്ടം തൊഴിലാളികളും ആദിവാസി കുടുംബങ്ങളും കുട്ടികളുമായി രാപ്പകൽ സമരം ആരംഭിക്കുകയുമായിരുന്നു. രാത്രികാലങ്ങളിൽ വീടുകളിലേക്ക് മടങ്ങാതെ പ്രതിഷേധക്കാർ സമരപ്പന്തലിൽ തുടർന്നു. ഒടുവിൽ വിദഗ്ധ സമിതി എത്തി ജനങ്ങൾക്ക് അനുകൂലമായി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതോടെ അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റുന്നതിനുള്ള ഹൈക്കോടതി ഉത്തരവെത്തി. ഇതോടെ സമരം അവസാനിപ്പിച്ചു. ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലയിലെ മാത്രമല്ല കേരളത്തിലെ ഒന്നടങ്കം കർഷകരുടെ ഒരു കൂട്ടായ്മയോടുകൂടി നടന്ന ഈ രാപ്പകൽ സമരം ഞങ്ങൾ ഇന്ന് അവസാനിച്ചായി പ്രഖ്യാപിക്കുകയാണ്. ഈ രാപ്പകൽ സമരം സിംഗുകണ്ടം നിവാസികൾ സംഘടിപ്പിച്ചൊരു സമരമായി നമ്മൾ കാണുന്നില്ല. കേരളത്തിലെ ജനത മൊത്തം ഈ വന്യമൃഗങ്ങളിൽ നിന്നും ആക്രമണം സംഭവിക്കുന്ന ജനങ്ങൾ ഏറ്റെടുത്തൊരു സമരമായിട്ടാണ് ഈ സമരത്തിന് നമ്മൾ കാണുന്നത്. അരിക്കൊമ്പനെ മാറ്റുന്നതോടെ തീരുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ചക്കക്കൊമ്പനും മൊട്ടവാലനും പ്രശ്നക്കാരാണ്. എന്നാൽ ഏറ്റവും ആക്രമണകാരിയായ ആനയെ മാറ്റുന്നതിന്റെ ആശ്വാസത്തിലാണ് ഇവർ. 6 ദിവസം നീണ്ട പോരാട്ടം വിജയത്തിലെത്തിയതിന്റെ സന്തോഷത്തിലാണ് സിംഗുകണ്ടം നിവാസികൾ. സമരപ്പന്തൽ ഒഴിഞ്ഞു തുടങ്ങി. ഇത് പൂർണ്ണമായും കർഷകരുടെ വിജയമാണ്. ഒരാഴ്ചയായി അവധിക്കാലം പോലും ആഘോഷിക്കാതിരിക്കുന്ന കുട്ടികൾക്ക് ഇനി ആഘോഷത്തിന്റെ കാലഘട്ടം കൂടിയാണ്. ചിന്നക്കനാൽ സിംഗുകണ്ടത്തിൽ നിന്നും ക്യാമറമാൻ KP ധനേഷിനൊപ്പം പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. പറമ്പിക്കുളത്ത് എത്തിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് നെന്മാറ MLA ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വനമന്ത്രിക്കും കത്ത് നൽകി. നാളെ പറമ്പിക്കുളത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും K. ബാബു പറഞ്ഞു. അവിടെ ഇടുക്കിയിലെ ജനങ്ങൾ പ്രതിഷേധിച്ചത് ജനങ്ങൾക്ക് ഇത് വലിയ ഉപദ്രവകാരിയാണ്. നിരവധി പേരെ കൊലപ്പെടുത്തിയതാണ്. ഈ പ്രദേശത്തും 611 കുടുംബങ്ങളിലെ 2470 കുടുംബാംഗങ്ങളും അതിന് പുറമെ പറമ്പിക്കുളം ഇറിഗേഷൻ പദ്ധതി ആർലിയാർ കരാറിന്റെ ഭാഗമായ ഡാമുകളും ഡാം സേഫ്റ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തുടങ്ങി ദിനംപ്രതി ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിൽ വന്യമൃഗ സങ്കേതത്തിലേക്ക് വന്നു പോകുന്നവരുടെ എണ്ണം എടുത്തു നോക്കിയാൽ നിരവധിയാണ്. അതിൻ്റെ പറമ്പിക്കുളം പ്രധാനപ്പെട്ട ടൗൺ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പോലും രാത്രി ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കുള്ള കാട്ടാനക്കൂട്ടമുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങളുടെ ജീവനും ജീവനല്ലേ? അപ്പോൾ അതിനൊരു വില മതിക്കണ്ടേ? സ്വാഭാവികമായും അതിൽ ജനങ്ങൾക്ക് നല്ല പ്രതിഷേധമുണ്ട്. ആദിവാസി സമൂഹത്തിനുണ്ട്, ആ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ട്. ആ ആശങ്ക അകറ്റാൻ ഏതു തരത്തിലുള്ള പ്രക്ഷോഭവും പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോഴും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അതിന്റെ മുന്നിൽ നിന്നേ മതിയാവും, അതുണ്ടാവും. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേള. അട്ടപ്പാടി മധു കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 14 പ്രതികളിൽ 13 പേർക്ക് 7 വർഷം കഠിന തടവ്. കേസിലെ 16-ാം പ്രതി മുനീറിന് 3 മാസം തടവും 500 രൂപയുമാണ് ശിക്ഷ. നീതി കിട്ടിയില്ല എന്നും പോരാട്ടം തുടരുമെന്നും മധുവിന്റെ കുടുംബം പ്രതികരിച്ചു. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പ്രോസിക്യൂഷനും വ്യക്തമാക്കി. കോടതി ഉത്തരവിൽ പോലീസിന് വിമർശനമുണ്ട്.
ഒന്നാം പ്രതി ഹുസൈൻ ഉൾപ്പെടെയുള്ള 13 പ്രതികൾക്കാണ് 7 വർഷം കഠിന തടവ്. ഹുസൈൻ 1,05,000-ഉം മറ്റു പ്രതികൾ 1,18,000 രൂപയും പിഴയടയ്ക്കണം. 16-ാം പ്രതി മുനീറിന് 3 മാസം തടവും 500 രൂപ പിഴയുമാണ് ശിക്ഷ. എന്നാൽ മുനീർ 3 മാസം റിമാൻഡിൽ കഴിഞ്ഞതിനാൽ 500 രൂപ പിഴ മാത്രം അടച്ചാൽ മതിയെന്ന് കോടതി വ്യക്തമാക്കി. ശിക്ഷാവിധിയിൽ തൃപ്തരല്ലെന്ന് മധുവിന്റെ കുടുംബം പ്രതികരിച്ചു. എന്റെ മധുവിന് നീതി കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ അത്രയും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. എന്റെ മധുവിന് നീതി കിട്ടും, ഒരു 10 വർഷമെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്റെ മധുവിന് നീതി കിട്ടിയിട്ടില്ല. പ്രതികൾ കൂടുതൽ ശിക്ഷ അർഹിക്കുന്നതായും അപ്പീൽ പോകുമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജേഷ് എം മേനോൻ പറഞ്ഞു. ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആയതിൽ തൃപ്തിയുണ്ട്. പക്ഷേ കുറ്റക്കാരല്ല എന്ന് കണ്ടിട്ടുള്ള 1-2 സെക്ഷനുകളിൽ പ്രോസിക്യൂഷൻ ഇന്നലെ തന്നെ അതിൽ പറഞ്ഞാണ് അതിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പരിശോധിച്ചതിന് ശേഷം അപ്പീൽ കൊടുക്കേണ്ട നടപടികൾക്കുള്ള ശുപാർശകൾ. 484 പേജുള്ള വിധി പ്രസ്താവത്തിൽ മജിസ്റ്റീരിയൽ റിപ്പോർട്ട് തെളിവായി സ്വീകരിച്ചതായി കോടതി വ്യക്തമാക്കി. പോലീസ് കസ്റ്റഡിയിലാണ് മധു മരിച്ചതെന്ന് തെളിയിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞില്ലെന്നും കോടതി പറഞ്ഞു. മാധ്യമങ്ങൾക്കും അഭിനന്ദനമുണ്ട്. മാധ്യമങ്ങൾ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അസ്വാഭാവിക മരണം മാത്രമായി മധു കേസ് മാറുമായിരുന്നുവെന്ന് വിധിയിൽ പറയുന്നു. മധു കേസിൽ കോടതിയുടെ ശിക്ഷ കുറഞ്ഞുപോയി എന്നുള്ളതാണ് മധുവിന്റെ കുടുംബം വ്യക്തമാക്കുന്നത്. ഇതിനെതിരെ അപ്പീൽ പോകാനും മധുവിന്റെ അമ്മയും സഹോദരിയും തീരുമാനിച്ചു. അതായത് മറ്റൊരു നിയമ പോരാട്ടം ആരംഭിക്കുകയാണ്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18. ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലയായ റിലയൻസ് റീറ്റെയിൽ ലിമിറ്റഡ് തങ്ങളുടെ ഓംനി ചാനലിലൂടെയുള്ള ബ്യൂട്ടി റീറ്റെയിൽ പ്ലാറ്റ്ഫോമായ തിര ലോഞ്ച് ചെയ്തു. തിര ആപ്പിനും വെബ്സൈറ്റിനും ഒപ്പം മുംബൈയിലെ ബാന്ദ്ര കുർല കോംപ്ലക്സിലുള്ള ജിയോ വേൾഡ് ഡ്രൈവിലെ ഷോറൂമും ഉദ്ഘാടനം ചെയ്തു. സൗന്ദര്യവർദ്ധക രംഗത്തെ ആഗോള ആഭ്യന്തര ബ്രാൻഡുകളുടെ ക്യൂറേറ്റഡ് ശേഖരമാണ് തിര ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് മികച്ച അനുഭവം പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തിര ലോഞ്ച് ചെയ്തതെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇഷ അംബാനി പറഞ്ഞു. തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമികാവ് ക്ഷേത്രത്തിലെ പ്രപഞ്ചയാഗത്തിൽ കേന്ദ്രമന്ത്രി പുരുഷോത്തം രൂപാല ദർശനം നടത്തി. യാഗത്തിൽ പങ്കെടുക്കാനും പൗർണമികാവ് ദേവിയെ ദർശിക്കാൻ സാധിച്ചതും ഭാഗ്യമായി കാണുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷേത്രത്തിൽ ബാലത്രിപുര സുന്ദരി യാഗവും നടന്നു. ഹിമാലയത്തിൽ നിന്നെത്തിയ ശ്രീ ശ്രീ കൈലാസപുരി ഭക്തർക്ക് നേരിട്ട് ദർശനം നൽകി. യാഗം വ്യാഴാഴ്ച സമാപിക്കും. മാർച്ച് 31 ആരംഭിച്ച യാഗം ഓരോ ദിനവും മന്ത്രങ്ങളും പ്രാർത്ഥനകളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ തുടരുകയാണ്. പൗർണമിക്കാവും പരിസരവും മറ്റൊരു ദേവലോകത്തിന്റെ അനുഭൂതിയാണ് ഭക്തർക്ക് നൽകുന്നത്. മംഗളഗണപതി പൂജയോടെയാണ് യാഗം തുടർന്നത്. ചതുർവേദ പാരായണവും നവഗ്രഹ യാഗവും ഹോമങ്ങളും ദീപാരാധനയും പ്രപഞ്ചയാഗത്തിന്റെ പുണ്യമായി നിറഞ്ഞു. കേന്ദ്ര കൃഷിമന്ത്രി പുരുഷോത്തം രൂപാല ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാജ്യത്തിന്റെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂജാരിമാരെ പൗർണമിക്കാവിൽ കാണാൻ സാധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി പുരുഷോത്തം രൂപാലെ പറഞ്ഞു. અહીંયા ચાલતા પ્રપંચ યજ્ઞની અંદર દેશભરના મુખ્ય આપણા જે તીર્થો છે ઉજ્જૈન, કામાખ્યા, ખાસ કરીને તાંત્રિક આપણી પીઠો છે બગલામુખી, એ બધા તંત્ર સ્થાનકોના આચાર્યો અહીંયા ઉપસ્થિત છે અને એક સાથે મળીને આ શક્તિ ઉપાસનાના પર્વને મનાવે છે. ISRO ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥും ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ശിവലിംഗ ദീപാരാധനയ്ക്ക് ഹിമാലയത്തിൽ നിന്നെത്തിയ ശ്രീ ശ്രീ കൈലാസപുരി കാർമ്മികത്വം വഹിച്ചു. 254 സന്യാസി ശ്രേഷ്ഠന്മാരും പ്രപഞ്ചയാഗത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. യാഗം തുടരുന്നതിനിടെ അനുദിനം ഭക്തജനത്തിരക്ക് ഏറുകയാണ്. എല്ലാ ദിവസവും 108 പൂജകളാണ് ഭക്തർക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. യാഗം വ്യാഴാഴ്ച അവസാനിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. പൂർണ്ണമാകുന്നു വാർത്തയിൽ നിന്ന്. നമസ്കാരം.